ഹായ് ഹലോ, ഇന്ന് നമ്മളുടെ ഇവിടെ ന്യൂ ഇയർ വാരത്തിൽ റിലീസാവാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സർജാനോ ഖാലിദ് ആൻഡ് അനഘ നാരായണൻ. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. പുതിയ വർഷം ആദ്യത്തെ മാസം ആദ്യത്തെ വാരത്തിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയാണ് നിങ്ങളത് രാസ്ത. അതിൽ ആ പേര് തന്നെയാണ് എനിക്ക്, നിങ്ങൾക്കും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാസ്ത മാത്രമാണ് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുക. അപ്പൊ ആ പേര് തന്നെയാണ് എനിക്ക് ഇതാക്കുന്നത്. റസ്ത എന്നാണോ ഹിന്ദിയിൽ പറയാ? വഴി. അപ്പൊ അതന്നെയാണോ സിനിമ? ഞാനിപ്പോ ട്രെയിലർ കാണുമ്പോഴും ഡെസേർട്ടിലാണ് കുറെ വരുന്നത് ഷൂട്ടിന്റെ. അപ്പൊ ശരിക്കും എന്താണ് രാസ്ത? ഒരു ജേർണിയാണ്. ഈ സിനിമയിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നതും നമ്മളുടെ ഒരു ജേർണിയാണ്. അതിപ്പോൾ ഓരോരാൾക്കും ഓരോരോ പേർപ്പസ് ഉണ്ടാവും. ആ പേർപ്പസിലേക്കുള്ള ജേർണിയും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് അവസാനം വഴിയിലാണ്. അതെ, അവസാനം വഴിയിലാണ് കഥ. സോ ബേസിക്കലി എനിക്ക് തോന്നിയത് രാസ്ത ലൈക്ക് ഷീ സെഡ് ഒരു ജേർണിയാണ്. അപ്പം ആ ജേർണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ ജേർണിയിൽ കാണുന്ന ആൾക്കാരും ഒരു പേർപ്പസ് ഉണ്ട് ജേർണിക്ക്. അപ്പോൾ ആ പേർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ജേർണിയിൽ ഉണ്ടാകുന്ന ഇൻസിഡൻസ് ആണ് സിനിമ. അതാണ് രാസ്ത എന്ന് ടൈറ്റിൽ ഇടാൻ കാരണമെന്ന് തോന്നുന്നു. ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കാണുന്ന സോങ് ആയിരുന്നു. അതിങ്ങനെ അതിൽ നല്ല രീതിയിൽ ഇങ്ങനെ രണ്ട് നായകന്മാരും നായകനൊക്കെ പാടെ അടിപൊളിയായി തോന്നും. പിന്നെയാണ് ഞാൻ ട്രെയിലർ കാണുന്നത്. അപ്പോൾ ഫുൾ മരുഭൂമി സിനിമയ്ക്ക് പെട്ടെന്ന് എന്ത് പറ്റി എന്നുള്ള സാധനം വന്നിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ട് ചോദിക്കുന്ന ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഓക്കെ അനഘയിലോട്ട് വരാം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ സർജാനോ കാര്യത്തിലേക്ക് വരാമെന്ന് പറയുമ്പോൾ എനിക്കൊരു ഇതുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കേൾക്കുമ്പോഴാണ് സർജാനോ എന്ന് ചുരുക്കി വിളിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ എങ്ങനെയാണ് വിളിക്കുന്നത്? അതെനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ കാര്യം അതാണ്. ഞാൻ ഈ സിനിമയ്ക്ക് മുന്നേ എനിക്ക് വന്ന കുറച്ച് പ്രോജക്ട്സിലൊക്കെ ഞാൻ സർജാനോടെ പേര് കേൾക്കും. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ പേര് ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ പേര് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ജൂണിലെ നോയൽ പറയാം. അവസാനം ഈ പേര് കേട്ട് ഞാൻ പഠിച്ചു. സർജാനോ ഖാലിദ് എന്നുള്ള പേര് ഞാൻ പഠിച്ചു. പക്ഷെ നേരിട്ട് കാണുമ്പോൾ എന്താണ് ഇവനെ വിളിക്കേണ്ടത്, സർജാനോ എന്ന് വിളിക്കുമ്പോഴൊരു അത്ര സുഖം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും പിന്നെ സർജു എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നിച്ചു എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് സർജു എന്ന് വിളിക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം. സോ ഞാൻ സർജു എന്ന് വിളിക്കാം. പക്ഷെ എനിക്ക് സർജു എന്ന് വിളിക്കുമ്പോൾ ഒരു രസം. എനിക്ക് ആ പേര് ഇഷ്ടമാണ്, സർജാനോ എന്നുള്ള പേര് ഇഷ്ടം. സിസ്റ്റേഴ്സിന്റെ ഒക്കെ നല്ല അടിപൊളി പേരാണ്. അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ ഇങ്ങനെ ഇത്രയും വെറൈറ്റി പേര് കിട്ടിയിരിക്കുന്നത്. ചെയ്ത ക്യാരക്ടറിൽ ഇഷ്ടപ്പെട്ട ഒരു പേരെന്തായിരിക്കും? ചെയ്ത ക്യാരക്ടറിൽ അങ്ങനെ ഇഷ്ടപ്പെട്ട പേരുകൾ ഒന്നുമല്ല. എല്ലാം അനന്തു, നോയൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. കാരണം നോയലിനാണ് പേരാണോ ഞാൻ വിചാരിച്ചു ക്യാരക്ടർ എന്നുള്ള രീതി ചോദിച്ചപ്പോഴാണ് ഞാൻ അനന്തു എന്നുള്ളത് പറഞ്ഞത്. അത് എന്നിവർ എന്നുള്ള സിനിമ എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര പേഴ്സണലി ഒരുപാട്. എനിക്ക് സുജയാണ് ഏറ്റവും ഇഷ്ടം. കാരണം അതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ പേരും സുജയാണ്. അപ്പോൾ ഫസ്റ്റ് മൂവിയിൽ എനിക്ക് സുജ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ നാട്ടിൽ നിന്ന് അമ്മേനെ വിളിക്കണ ആ ഒരു ഫീലായിരുന്നു. സുജ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ബാക്കി ഇതിലെ കഥാപാത്രത്തിന് പേര് ഷഹാന എന്നാണ്. ഇപ്പോൾ ഒരു ഒമാനിലേക്ക് വിസിറ്റിങ്ങിന് പോകുന്ന ഒരു എല്ലാവരുടെയും പ്രിയപ്പെട്ട ഷഹാന. അങ്ങനെയാണ് രാസ്തയിലെ ഷഹാന. ഇവിടെ ഫൈസൽ എന്നാണ് പേര്. ഫൈസൽ എന്താണ്? ഫൈസൽ വളരെ പിന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗുഡ് ഫ്രണ്ടാണ്. എല്ലാവർക്കും എല്ലാ സഹായത്തിനും എത്തും. നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ, എന്തിനും വിളിച്ചാലും നല്ല രീതിയിൽ വരികയും പിന്നെ കൂട്ടത്തിൽ കുറച്ച് മെച്ചോർഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഫൈസൽ. നോൺസെൻസ് ആണ് ഫസ്റ്റ് ഫിലിം. അതിന് ഇങ്ങനെ പോന്ന് ഇപ്പൊ രാസ്തയിലേക്ക് നിൽക്കുക. ഇപ്പോൾ രാസ്തയ്ക്ക് എത്തുമ്പോൾ ഇത്രയും കാലം ചെയ്തിരുന്ന ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണർ ഫിലിമാണ് ഇത് വരുന്ന സർവൈവൽ പടം. അപ്പോൾ സർജാനോ ഖാലിദ് എന്ന് പറയുന്ന ആക്ടറിന് ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തായിരുന്നു ഈ കഥ കേട്ടപ്പോൾ ഉണ്ടായിരുന്നത്?
എനിക്ക് ഇതിൻ്റെ ടെറൈൻ, ഡെസേർട്ടിൽ ഉള്ള പരിപാടികളും പിന്നെ ഈ കഥ കേട്ടപ്പം ഇതിൻ്റെ റൈറ്റേഴ്സ് പുതിയ രണ്ടുപേരാണ്. ഫായിസ് ആൻഡ് ഷാവുൽ. അവരവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒമാനിൽ തന്നെയുള്ള ആൾക്കാരാണ്. സോ അവരാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കഥ പറഞ്ഞു. അതുകൊണ്ടാണ് അനീഷ്ക കഥ പറയുന്നത്. സോ മൊത്തത്തിൽ ഈ സിനിമയുടെ ഒരു സെറ്റപ്പ്, അതായത് ഡെസേർട്ടിൽ ഷൂട്ടും ഡെസേർട്ടിൽ നടക്കുന്നൊരു അത് ഈ ജേർണിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ നമ്മൾ ഡെസേർട്ടിൽ പെട്ടു പോകുന്നതൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് പ്ലോട്ട്. അപ്പം ആ ഡെസേർട്ട് സാധനം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു സർവൈവൽ സാധനം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഈ സിനിമ ചെയ്യാൻ. പിന്നെ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഡയറക്ടർ അനീഷ്ക ഒരു മെയിൻ റീസണാണ്. ജൂൺ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു കുറെ റൊമാൻസ് ആയിട്ട് വരുന്നത് റൊമാൻറ്റിക് ഹീറോ, അവിടുന്ന് അങ്ങോട്ട് എല്ലാം ഓൾമോസ്റ്റ് അതേ ടൈപ്പ്. പക്ഷെ ഇതിൽ വരുമ്പോൾ കുറച്ചുകൂടെ ലുക്കിൽ വരെ ഭയങ്കര ഒരു വ്യത്യാസം ഉണ്ട്. അങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചേഞ്ച് ഇനി എൻ്റെ ലൈഫിൽ വേണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. നമ്മൾ ജൂൺ ചെയ്യുമ്പം നോയൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചൂസ് ചെയ്ത ക്യാരക്ടറല്ല, എന്നെ ചൂസ് ചെയ്തതാണ്. അപ്പം എനിക്കതിലൊരു സേയുമില്ല. ഞാനതിൽ വർക്കാവും എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ ചൂസ് ചെയ്തിട്ട്. പിന്നെ അതിലാണ് ഞാൻ സർജാനോ എന്നുള്ളൊരു ആക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അറിയപ്പെടുന്നത്, ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിയപ്പെടുന്നത് ഈ സിനിമയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് കിട്ടിയ ക്യാരക്ടേഴ്സും ആ ഒരു ക്യാരക്ടറായിട്ട് റെഫേർഡ് ആയിരുന്നു, ഓർ അതായിട്ട് എന്തെങ്കിലും ഒരു സാമ്യമുള്ള. കാരണം അങ്ങനെയാണല്ലോ, നമ്മളൊരു കഥ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാരക്ടർ ആലോചിക്കുമ്പം ആദ്യം ഇവർ ചെയ്ത സിനിമകളാണല്ലോ നമ്മൾ മനസ്സിൽ വരിക, ഇത് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും പലതും അങ്ങനെയാണ് വരുന്നതും. ബട്ട് ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒന്ന് തന്നെ ചെയ്യുമ്പം ആർക്കായാലും ബോറടിക്കും. പിന്നെ ഭയങ്കര റെപ്പറ്റേഷൻ വരും, സെയിം സാധനം തന്നെ ആയിരിക്കും ആഫ്റ്റർ പോയിന്റ്. അല്ലെങ്കിൽ അത്രയും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടർ ആയിരിക്കണം, അല്ല അത്രയും സ്കിൽഫുൾ ആയിട്ടുള്ള ആക്ടർ ആയിരിക്കണം. ഞാൻ അവിടെ എത്തിയിട്ടില്ല, ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിങ്ങനെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം രാസ്ത, എനിക്ക് ഈ ക്യാരക്ടറിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറാണ്. അങ്ങനല്ല ഞാൻ ഇതുവരെ അങ്ങനെ ഒരു സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ജൂണിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. അത് കുറച്ചുകൂടെ യങ്സ്റ്റർ, കുറച്ചുകൂടെ ലവ് സൈഡിലോട്ട് മാത്രം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ്. ബട്ട് ഇത് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റിയും ഫാമിലിയും ഫ്രണ്ട്സും അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റിയും അതിനൊക്കെ നോക്കി അതൊക്കെ എന്താ പറയുക, റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളുടെ, അതൊക്കെ അങ്ങനെ കാണുന്ന ഒരാളുടെ ക്യാരക്ടറാണ്. സോ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് പുതിയ ഞാൻ ചെയ്യാത്ത, അല്ലെങ്കിൽ എൻ്റെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ഇനിയും വന്നാൽ എനിക്ക് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒരു ആക്ടറിൻ്റെ ഒരു ഗ്രോത്ത്, എപ്പോഴും പുതിയ സാധനങ്ങൾ ചെയ്യുമ്പോഴാണ്. അങ്ങനെ ഉറപ്പായിട്ടും നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ വരട്ടെ. യെസ്, താങ്ക് യു. ആനന്ദയ്ക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു കഥ കേട്ടപ്പോൾ എന്ന് തോന്നി? എനിക്ക് ഈ ക്യാരക്ടറിനോട് ആദ്യം ഒരു ഇഷ്ടം തോന്നിയായിരുന്നു. ലൈക്ക് പിന്നെ ഇതൊരു സർവൈവൽ മൂവിയാണെന്ന് പറയുമ്പോൾ പിന്നെ ഡെസേർട്ടിലെ പരിപാടിയാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ഈ സിനിമ ചൂസ് ചെയ്തത്. ഇത് ട്രെയിലറിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര മരുഭൂമി, ഞാൻ പറഞ്ഞ നേരത്തെ പോലെ തന്നെ മരുഭൂമി, നിങ്ങൾ കുറെ അതിൻ്റെ ഇടയിൽ പാമ്പൊക്കെ ആയിരുന്നു. അത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അയ്യോ അവരവിടെ എങ്ങനെ നിന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള സാധനം. ഇതന്നെ നിങ്ങൾ ഷൂട്ടിങ്ങിലും അതിൻ്റെ ഒരു 10% നിങ്ങൾ അവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കഷ്ടപ്പാടായിരുന്നു. ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇത്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. രാവിലെ നല്ല ചൂടും രാത്രി നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 40-50 ഡിഗ്രിയോളം പോവും. അപ്പം നമുക്ക് കൂടുതൽ ഷെയ്ഡൊന്നും ഇല്ലല്ലോ, ഓപ്പൺ അല്ലേ. പിന്നെ ഭയങ്കര ചൂട്, നിൽക്കാൻ പറ്റില്ല, പൊള്ളണ ചൂടായിരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു, ട്രിപ്പ് ഇടണമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അനഘക്കും അതേപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ.
യൂണിറ്റിലെ ആൾക്കാർക്കായിരിക്കും നമ്മളെക്കാളും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവുക. കാരണം ആ ചൂടത്ത് ഈ എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്ത് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി, ക്യാമറമാൻ ആണെങ്കിലും എല്ലാവരും ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട്, കാരണം രാവിലെ തുടങ്ങിയ രാത്രിയാണ് നമ്മൾ തിരിച്ചെത്തുക. പിന്നെയും ഏർലി മോർണിംഗ് പോകണം, സൺറൈസിൻ്റെ സമയത്ത് പോയിട്ട് സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത്. പിന്നെ ചില ദിവസങ്ങൾ നമ്മൾ അല്ലാതെയും ഷൂട്ട് ചെയ്തിട്ടില്ലേ, 2 ദിവസം 48 hours ഒക്കെ സ്ട്രേറ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള ദിവസങ്ങളുണ്ട്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നൈസ്. ലൈക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇപ്പം അത് ആലോചിക്കുന്നില്ല, അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടിയെന്നല്ലാതെ അതൊരു നല്ല എക്സ്പീരിയൻസ്, നല്ലൊരു ഓർമ്മയായിട്ട് മാത്രമാണ്. നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ ഇതുപോലെ തന്നെ സർവൈവ് ചെയ്ത എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിരുന്നു? ചെറിയ സിറ്റുവേഷൻ, ഇവിടുത്തെ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഈ രാത്രി ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ എന്ന് വിചാരിക്കില്ലേ? അങ്ങനെ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന്? എനിക്ക് ഇതുപോലെ ഡെസേർട്ടിൽ പെട്ട പോലെ അങ്ങനത്തെ ഒരു ഇതല്ല, മെന്റലി ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല, എനിക്ക് അങ്ങനെ 2-3 ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റിയൊരു ഇൻസിഡന്റ് അല്ല. മൈക്കിനോട് എന്താ പറയാ, അങ്ങനല്ല. ഞാൻ ആലോചിക്കായിരുന്നു അതുപോലത്തെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ. ഒന്ന് രാവിലെ ആയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. പ്രൊമോഷനാണോ? പ്രൊമോഷൻ അല്ല, ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു. അതുകൊണ്ട് അതായത് എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പം അവരൊക്കെ പറയേണ്ടി വരില്ലേ, അപ്പോൾ ശരിയാണ്. ഇത്തരം സിനിമകൾ വരുമ്പോൾ അതിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്ന എന്തെങ്കിലുമൊക്കെ എന്തായാലും ഉണ്ടാവണം. എപ്പോഴും ഇങ്ങനെ ഒരേ ഇതിൽ പോവാണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് പറ്റുമ്പോഴാണ് പ്രേക്ഷകരെ അത് പിടിച്ചെടുത്തുന്നത്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഡെഫിനറ്റ്ലി. അതാണ് കാരണം ഇങ്ങനൊരു സിനിമയുടെ ഇതിന്റെ ഒരു ബേസിക് സംഭവം തന്നെ ഒരു ഇമോഷണലി നമ്മളൊന്ന് പിടിച്ചു. ഓൾസോ സർവൈവലിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണല്ലോ ഇത്. ഡെസേർട്ടിൽ കുടുങ്ങി കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സർവൈവ് ചെയ്യോ, അതൊക്കെ നമ്മൾക്ക് ആർക്കും ഒട്ടും ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ് ഡെസേർട്ടും. അപ്പോൾ എന്തായാലും ഓഡിയൻസിന് അതെങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്, അവിടെ നിന്ന് എങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ അനുഭവിച്ചൊരു പ്രശ്നമായിരുന്നു സാൻഡ് സ്റ്റോം. അപ്പം നമ്മളെ സിനിമയിലും ഉണ്ട് അങ്ങനെ ഒരു സീക്വൻസ്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഷൂട്ട് ചെയ്യാനും. ഡെഫിനറ്റ്ലി അതൊക്കെ ഒരു ഇമ്പാക്ട്, തിയേറ്ററിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, വിഷ്വലിയും കുറച്ചുകൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സീൻസ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്വലി നന്നായിട്ട് നമ്മുടെ വിഷ്ണു ചേട്ടനാണ് ചെയ്തത്. ഇപ്പം നാളികപ്പുറം പിന്നെ ആടൊക്കെ ചെയ്ത DOP ആണ് വിഷ്ണു ചേട്ടൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്തായാലും ഓഡിയൻസിന് ഇഷ്ടമാവുന്നുള്ള കാര്യത്തില് പ്രേക്ഷകർക്ക് ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണിത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ എല്ലാവരും കാണണം. ഞങ്ങളുടെ ഒരു ചെറിയൊരു റിക്വസ്റ്റ്. അത് ഇപ്പൊ തന്നെ പറഞ്ഞ ഭാവി പരിപാടികൾ ഇത് തന്നെയാണ് ഭാവി പരിപാടി. പുതിയ തുടങ്ങിക്കോ. എൻ്റെ പുതിയ പ്രോജക്ട്സ് മാരവില്ലൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞ ഒരു സിനിമ അരുൺ ബോസ് ഡയറക്റ്റ് ചെയ്ത, പ്രമോദ് മോഹൻ എഴുതിയ ഒരു സിനിമ ഇറങ്ങാനുണ്ട്. പിന്നെ ഡിമോണ്ടി കോളനി സെക്കൻഡ് പാർട്ട് തമിഴ് ഇറങ്ങാനുണ്ട്. ഇരവെന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങാനുണ്ട്. 5-ാം തീയതി രാസ്ത ഇറങ്ങാനുണ്ട്. ഇതാണ് ഇപ്പം കറന്റ്ലി ഇറങ്ങാനുള്ളത്. 24 ഹോപ്പ്ഫുള്ളി ജാനുവരി തന്നെ. ഞാനിപ്പോൾ കറന്റ്ലി ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അർജുന അശോകൻ മൂവി, ലിജു തോമസ് ഡയറക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇപ്പം 5-ാം തീയതി രാസ്ത. 2024 പ്രേക്ഷകർ കാത്തിരിക്കുന്ന, മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങാൻ പോകുന്ന ഫസ്റ്റ് ചിത്രം 2024 നോക്കുകയാണെങ്കിൽ, അപ്പോൾ സെയിം സാധനമാണ് പ്രേക്ഷകരോട്, നിങ്ങൾക്ക് ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രേക്ഷകരോട് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു. രാസ്ത ഞങ്ങൾ കംപ്ലീറ്റ് ഒമാനിൽ ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്.
ഒരു ഫാമിലി ഡ്രാമ അല്ല, ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാമിലീസിനായിരിക്കും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുക. ആൻഡ് എല്ലാവരും നന്നായിട്ട് കഷ്ടപ്പെട്ട് എല്ലാ എഫേർട്സും എടുത്തിട്ടുണ്ട്. നമ്മളെ ക്യാരക്ടേഴ്സിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല സിനിമയെ വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി സിനിമ കാണാൻ 5-ാം തീയതിയാണ് റിലീസാവുന്നത്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളെ അറിയിക്കാം. താങ്ക് യു. ഓക്കെ, സിനിമ അടിപൊളിയാവട്ടെ. 2024 തുടക്കം തന്നെ രണ്ടുപേർക്കും അടിപൊളിയായിട്ട് വലിയ ഹിറ്റായി മാറട്ടെ സിനിമ. താങ്ക് യു. രണ്ടാൾക്കും വിഷയമാണ്. താങ്ക് യു. താങ്ക് യു.